ഹലോ കുട്ടീസ്, ഒന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കാം. ഇവിടെ ഒരു വലിയൊരു കുപ്പായം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു നീളൻ കുപ്പായം. എന്താണിത്? ജുബ്ബ. ജുബ്ബ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു നീള കുപ്പായത്തിന് നമ്മൾ എന്ത് ചെയ്യും? ജുബ്ബ എന്ന് പറയും. ജുബ്ബ. ഈ ബായിന് നമ്മൾ നേരത്തെ 2 ചാപ്റ്ററിൽ പഠിച്ച ബായിനെക്കാട്ടിലും ഒരു വ്യത്യാസമുണ്ട് അല്ലേ? എന്താണ്? ഇതിന് മുകളിൽ എന്തുണ്ട്? ഒരു ഷദ്ദുണ്ട്. ഈ ഷദ്ദിനെ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ബാ എന്നതിൻ്റെ മുകളിൽ നമ്മൾ ഷദ്ദ് കൊടുത്തപ്പോൾ അതെന്തായി? ബ. അതിനെ നമ്മളൊന്നും കൂടെ കട്ടി കൂട്ടി അല്ലേ? ബാനെ നമ്മൾ ബ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കട്ടി കൂട്ടി. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷദ്ദ്. ഇതിന് നമ്മൾ ഷദ്ദ് എന്നാണ് പറയുക. അപ്പോൾ ബാൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തപ്പോൾ ബ ആയി. അപ്പോൾ അത് നമുക്ക് എല്ലാ അക്ഷരത്തിൻ്റെ മുകളിലും എന്ത് ചെയ്യും? ഈ ഷദ്ദ് വരും. അപ്പോൾ താൻ്റെ മുകളിലാവുമ്പോഴോ ത, മാ ആവുമ്പോൾ മ, സ ആവുമ്പോഴോ സ. അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഏത് അക്ഷരത്തിന് മുകളിലാണോ ഈ ഷദ്ദ് ഉള്ളത്, നമ്മൾ അതിന് എന്ത് ചെയ്യും? ഒന്നും കൂടെ അങ്ങോട്ട് കട്ടി കൂട്ടും അല്ലേ? കട്ടി കൂട്ടിയിട്ട് പറയും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താണ്? ജുബ്ബ. ജുബ്ബ. നെക്സ്റ്റ് റബ്ബൻ. 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 റബ്ബുൻ. റബ്ബുൻ. റബ്ബിൻ. റബ്ബിൻ. റബ്ബൻ. റബ്ബുൻ. റബ്ബിൻ. ലുബൻ. ലുബൻ. ലുബുൻ. ലുബുൻ. ലുബിൻ. ലുബിൻ. ലുബൻ. ലുബുൻ. ലുബിൻ. ബൻ. ബൻ. ഉണ്ടോ? ബൻ എന്നുള്ളത് നമ്മൾ ഈ ഷദ്ദ് മാത്രം ഇവിടെ വ്യത്യാസമുള്ളൂ അല്ലേ? അവിടെ എന്ത് വന്നു? ബൻ എന്നുള്ളത് ബൻ എന്നായി. ഉണ്ടോ? കട്ടി കൂടി അല്ലേ? അവൻ, അവൻ. അപ്പോൾ എന്താണ് നമ്മൾ കട്ടി കൂട്ടാൻ വേണ്ടി പഠിച്ചത്? ഈ ഒരാളാണ് അല്ലേ? ഇത് ഷദ്ദ്. ഷദ്ദ് നമുക്ക് എഴുതാൻ സിമ്പിളാണ്. ഇങ്ങനെ അങ്ങോട്ട് എഴുതിയ ഷദ്ദായി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഷദ്ദിന് ചെയ്തിട്ട് പഠിക്കാനുള്ളതാണ്. അടുത്തത് എന്താണ്? നമുക്ക് വായിക്കാം. ബ. അബ്ബ. ബൻ. അബ്ബൻ. അബ്ബ. അബ്ബൻ. ബിൻ. 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 ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇനെന്ത് ചെയ്യാം? വേർതിരിക്കാം. ബലദുൻ. ബലദുൻ. ഇവിടെ ഫസ്റ്റിൽ ബ ഉണ്ട്. പിന്നെയോ നബ്തൻ. നബ്തൻ. ഇവിടെ രണ്ടാമത് ബ ഉണ്ട് അല്ലേ? പിന്നെ ഹബ്ബബ. ഹബ്ബബ. ഹബ്ബബ എന്നുള്ളതിൽ 2 ബ അല്ലേ? 2 ബാന് ഒരുമിച്ച് വന്നിട്ടുണ്ട്. പിന്നെയോ നദ്ബുൻ. നദ്ബുൻ. നദ്ബുൻ എന്നുള്ളത് ലാസ്റ്റിലൊരു ബ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബോക്സിൽ നോക്കിയിട്ട് താഴെ മുകളിലേക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. അബ്ബ. അബ്ബ. ബാബുൻ. ബാബുൻ. ബി അബി. ബി അബി. ഉണ്ടോ? 3 എന്ത് ചെയ്യുക? വായിച്ച് താഴെ എഴുതി കൊടുക്കാം. പിന്നെ ഇവിടെ എന്താണ്? ഖുറാനിലുള്ളൊരു കുഞ്ഞൊരു ആയത്താണ് അല്ലേ? ഇതിൽ നമുക്ക് ഷദ്ദുള്ള ബാ
സാധാ ബാ അല്ല, ഷദ്ദുള്ള ബാ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. തബ്ബത്ത്. തബ്ബത്തിൽ ഇവിടെ ഒരു ബാ ഉണ്ട്, ഷദ്ദുള്ള ബാ അല്ലേ. പിന്നെയോ യഥാ അവിടെ ഇല്ല. അബീ എന്നുള്ളതിൽ ബാ ഉണ്ട്, പക്ഷെ എന്തില്ല, അതിന് ഷദ്ദില്ല, അപ്പം അത് വേണ്ട. പിന്നെയോ ലഹബിൻ, ഇവിടെയും ബാ ഉണ്ട്, പക്ഷെ അതിനെന്തില്ല, ഷദ്ദില്ല, അപ്പം അത് നമുക്ക് വേണ്ട. പിന്നെയോ വത്തബ്, ഇവിടെ ഷദ്ദുള്ളൊരു ബാ ഉണ്ട്, അപ്പോൾ നമുക്ക് 2 ഷദ്ദുള്ള ബായിനെ കിട്ടി അല്ലേ. അപ്പോൾ ഷദ്ദാണ് നമ്മളിന്ന് പഠിച്ചത്. സിമ്പിളാണ് ഷദ്ദ് എഴുതാനല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.